പെൺകുട്ടികൾക്ക് പുറത്തേക്ക് കഥകളുള്ള ഒരൊറ്റ റൂമൊക്കെ സ്വതന്ത്രമായിട്ട് അവർക്ക് കൊടുത്താൽ എന്തുണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലത്തുണ്ടായ റിൻസിയുടെ കൊലപാതകം. ആ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള പല ചിന്താഗതികളുള്ള എല്ലാ ഇതുപോലെ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ വളരെയധികം നോട്ടം വിട്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ എങ്ങനെ പ്രതികരിക്കും, എന്ത് ചെയ്യും എന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു റൂം കൊടുക്കുക. ആ റൂമിന് പുറത്തേക്ക് കഥകുണ്ടാവാണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. റിൻസിയുടെ കൊലപാതകം നടന്നത് കൊല്ലത്താണ്. റിൻസി, അച്ഛൻ, അമ്മ, ഇതാണ് അവരുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങൾ. അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അമ്മ ഹൗസ് വൈഫാണ്. റിൻസി അച്ഛൻ നന്നായി പഠിക്കും, മിടുക്കിയായ കുട്ടി, കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടി. അപ്പോൾ റിൻസി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ശരിക്കും രാത്രി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അമ്മ രാത്രിയിൽ കട്ടൻ കാപ്പി കൊണ്ടുവച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് മോൾ പഠിച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. ആ വീടിൻ്റെ സൈഡ് റൂമിലായിട്ട് റിൻസിയുടെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ളൊരു ഡോറുണ്ട്. അങ്ങനെ ഒരു ദിവസം നേരം വെളുത്തിട്ട് അമ്മ വാതിൽ തുറന്ന് വന്ന് നോക്കിയപ്പോൾ റിൻസി മരിച്ചു കിടക്കണം. റിൻസിനെ വിളിച്ചു. റിൻസി എണീക്കുന്നില്ല. അങ്ങനെ അപ്പോഴേക്കും എല്ലാവരും അറിയിച്ചു. അങ്ങനെ പോലീസിന് വന്നു. പോലീസ് വന്ന് അന്വേഷണം തുടങ്ങി. നോക്കിയപ്പോൾ കഴുത്തിൽ കയറിട്ട് മുറുക്കിയ ഒരു പാടുണ്ട്. ആ പാട് മാത്രമല്ല, ആ കയറും അവിടെ കിടക്കുന്നുണ്ട്. ആ കയർ ഏതാണെന്ന് നോക്കിയപ്പോൾ റിൻസിയുടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കുന്ന കയറാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിൽ പിടിച്ച് കെട്ടിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാവും. ആ കയറാണ്. അപ്പോൾ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെടുത്തു. അങ്ങനെ അപ്പോൾ നാട്ടിൽ മുഴുവൻ പാട്ടായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിൻസിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു അച്ഛൻ എന്നാണ് എല്ലായിടത്തും റിപ്പോർട്ട് പോയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിൻസിയുടെ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതിൻ്റെ ഉള്ളിൽ വന്ന് ഫോറൻസിക്കാർ പരിശോധിച്ചപ്പോൾ വേറെ ആരുടെ ഫിംഗർ പ്രിൻറ്റും ഇല്ല. അച്ഛൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അമ്മയുടെയും കണ്ടു, വേറെ ആരും കണ്ടില്ല. അപ്പോൾ അത് കാണാത്തടത്തോളം കാലം അച്ഛനാണ് കൊലപാതകം ചെയ്തത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അത് അതിനേക്കാളും ഞെട്ടിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിൻസിനെ കൊന്നതിന് ശേഷമാണ് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. മൃതശരീരത്തിലാണ് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടത്. അത് പോലീസുകാർക്ക് വലിയൊരു ഷോക്കായിരുന്നു. പോലീസുകാർ അച്ഛനെയും വിളിച്ചു, അമ്മേനെയും വിളിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു. പല പ്രാവശ്യം വിളിച്ച് ചോദ്യങ്ങൾ ചെയ്തു. ഒരു തുമ്പും കിട്ടിയില്ല. ലാസ്റ്റ് പോലീസുകാർ 5-6 മാസമായപ്പോൾ ആ കേസ് അന്വേഷണത്തിൽ നിന്ന് മാറിപ്പോവും എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പൗരസമിതി വന്നു. പൗരസമിതി ബഹളായി, തിക്കും തിരക്കും ബഹളായി. അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചു. അപ്പോഴേക്കും ഈ പൗരസമിതി തന്നെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഇതിന് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുഖ്യമന്ത്രി എന്തായാലും ഇപ്പോൾ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചും, അത് CBI അന്വേഷിക്കും, അല്ലെങ്കിൽ പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ക്രൈംബ്രാഞ്ച് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് CCTVകളൊക്കെ നോക്കിയപ്പോൾ അതൊന്നും CCTVകളൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കുറേ ബീജങ്ങളുണ്ട്. ആ ബീജങ്ങൾ പരിശോധിച്ചു. ആ ബീജങ്ങൾ പരിശോധിച്ചപ്പോൾ അതേ ബീജത്തിലുള്ള ആൾക്കാരെ DNA എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. അതും ആ വഴിക്കും നോക്കുമ്പോൾ ആ വഴി അടഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് നോക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഈ നമ്മുടെ ക്രൂരന്മാരായുള്ള കള്ളന്മാർ, അതുപോലെ തന്നെ ബലാത്സംഗത്തിൽ പെട്ടുള്ള വല്ല ആൾക്കാരുണ്ടോ അവരെ ചുറ്റിപ്പറ്റിയ അന്വേഷണം. പക്ഷെ അതിലും പോലീസിന് ഈ ക്രൈംബ്രാഞ്ചിന് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാധ്യതയും കാണാനില്ല. കേസ് അവിടെയും വഴിമുട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ക്രൈംബ്രാഞ്ച് എന്താണെന്ന് വിചാരിച്ച് ആ പ്രദേശം അവരൊന്ന് ഒബ്സർവേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. രാത്രിയിൽ അവർ ആ ഭാഗങ്ങൾ മുഴുവൻ ഇവർ 4-5 ആൾക്കാർ ആരും അറിയാണ്ട് ഇവർ ഒബ്സർവേഷൻ ചെയ്തു രാത്രിയിൽ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഒരാളുണ്ട് രാത്രിയിൽ ഇറങ്ങി വരേണ്ടപ്പോൾ ഇവരെന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ നോട്ട് ചെയ്തു, ആ ആളെ വീടും നോട്ട് ചെയ്തു. അതുപോലെ തന്നെ ആ സ്ത്രീനെ, ആ ഇറങ്ങി വന്ന സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? അപ്പോൾ പറഞ്ഞു, കുറേ നേരമൊക്കെ നുണയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് സുനിൽ കുമാറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾക്ക് സുനിൽ കുമാറിന് എന്താ ബന്ധം? അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് എൻ്റെ ഭർത്താവില്ലാത്തപ്പോഴൊക്കെ എനിക്ക് വന്ന് പരിപാടി ചെയ്ത് തന്നത് സുനിൽ കുമാറാണ്. ഞങ്ങൾ വളരെയധികം ഇഷ്ടത്തിലാണ്, ഞങ്ങൾ പ്രേമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് ആൾ വരാറുണ്ട്, ഞങ്ങൾ ഒഴിവിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പരിപാടി ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം സ്വസ്ഥ പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞു
നിങ്ങളെന്തായാലും സുനിൽകുമാർ അറിയാണ്ട് സുനിൽകുമാറിനെ വന്ന് പരിപാടി ചെയ്യുമ്പോൾ സുനിൽകുമാറിൻ്റെ ബീജം നിങ്ങളെടുത്ത് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. സ്ത്രീ സമ്മതിച്ചു. പിന്നെ രാത്രിയിൽ അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ സുനിൽകുമാറിനെ വിളിച്ചു. സുനിൽകുമാർ വന്ന് പരിപാടി ചെയ്തു. സുനിൽകുമാർ പരിപാടി ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള ബീജം എടുത്ത് CBIക്ക് കൊടുത്തു, അല്ല നമ്മുടെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് അത് കൊണ്ടുപോയിട്ട് DNA നടത്തി. DNA നടത്തിയപ്പോൾ ആ പെൺകുട്ടിയെ മരിച്ച റിൻസിയുടെ വസ്ത്രത്തിലുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഈ പെണ്ണ് കൊണ്ടുകൊടുത്ത ബീജം ഒരാളുടെയാണ്. അപ്പോൾ പോലീസ് ഉറപ്പിച്ചു ഇത് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ബലാത്സംഗം ചെയ്തത് ഈ സുനിൽ തന്നെയാണെന്നുള്ളത്. അങ്ങനെ തെളിവ് സഹിതം സുനിലിനെ അറസ്റ്റ് ചെയ്തു. സുനിലിനെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിൻസിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ സുനിൽകുമാറിന് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ സുനിൽകുമാർ ആ സ്ഥലത്തിലേക്ക് വരാറുണ്ട്, റിൻസിനെ കാണാറുണ്ട്. റിൻസിനെ കണ്ടപ്പോൾ അവനൊരു മോഹം ഉദിച്ചു. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് പരിപാടി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. ആ ആഗ്രഹം വന്നപ്പോൾ അവളായിട്ട് അടുത്ത് പഴകാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഇതുപോലെ തന്നെ ഒരു രാത്രിയിൽ റിൻസി വീടിൻ്റെ ആ പുറത്തൊരു ഡോറുണ്ടല്ലോ, ആ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നു. റിൻസി ഒരു 12 മണി വരെ പഠിച്ചിട്ട് 12 മണി കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എന്തുണ്ടാച്ചാൽ ഇവൻ പതുക്കെ ആ ഡോറ് പതുക്കെ തള്ളി. പതുക്കെ തള്ളിയപ്പോൾ അതിൻ്റെ ലോക്ക് കറക്റ്റല്ലായിരുന്നു. ആ ലോക്ക് കേടായിട്ടിരിക്കുന്നു, അത്രയും വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ തള്ളിയപ്പോൾ ആ ഡോറ് തുറന്നു. ഇവൻ ഉള്ളിൽ കയറിയപ്പോൾ അവളൊരു നൈല് പോലെ ആളെ കണ്ടോട് കൂടിയിട്ട് ഇവൻ ചെന്ന് വായ പൊത്തി പിടിച്ചിട്ട് ശ്വാസം പെടാത്ത രീതിയിലാക്കി. കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് അവൾ മരിച്ചോട് കൂടിയിട്ട് പിന്നെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ മരിച്ച ശരീരത്തിൽ മൂപ്പര് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായി, അച്ഛൻ്റെ ഓട്ടോറിക്ഷയുടെ കയറ് കൊണ്ടുവന്നിട്ട് ഈ വെള്ള റൂമിലിട്ടു. അപ്പോൾ അച്ഛൻ്റെ ഓട്ടോറിക്ഷയുടെ കയറിൽ എപ്പോഴും അച്ഛൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവുമല്ലോ. ഇവനാച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവന് വേറെ തുണി കൊടുത്തിട്ടാണ് ഈ കയറ് കൊണ്ടുവന്നത്. അങ്ങനെ ആ കയറ് കൊണ്ടുവന്നിട്ടിട്ടു. അതോടുകൂടിയിട്ട് അച്ഛനായി മകളുടെ ബലാത്സംഗം ചെയ്ത് കൊന്നത് അച്ഛനാണെന്ന് ആ നാട്ടുകാരെല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ആ അച്ഛൻ എത്രത്തോളം തീ തിന്നിട്ടുണ്ടാവും, എത്രത്തോളം മോളെ കൊന്ന് ബലാത്സംഗം ചെയ്ത അച്ഛനെന്നുള്ള പഴിയും കേട്ടു. അങ്ങനെ അവസാനം ക്രൈംബ്രാഞ്ചിന് അത് ആദ്യം മനസ്സിലായി അച്ഛനല്ല എന്നുള്ളത് ക്രൈംബ്രാഞ്ച് ആദ്യമേ തീരുമാനിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രൈംബ്രാഞ്ചിന് മനസ്സിലായത് അച്ഛനല്ല ചെയ്തതെന്ന്. പക്ഷേ അച്ഛനല്ല ചെയ്തതെന്നുള്ള ക്രൈംബ്രാഞ്ച് പുറത്തു വിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ കൊലപാതകി രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ അവസാനം ഈ സുനിൽകുമാർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്ത് സുനിൽകുമാർ ഈ ജയിലിലുമായി. അപ്പോൾ നമ്മളിതിൽ നിന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ദിവസം പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം, അവരെന്നെ ആയിരിക്കാം ചില സമയത്ത് നമ്മുടെ ഘാതകരായിട്ട് മാറുന്നത്. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. രാത്രിയിൽ പുറത്ത് ബാത്റൂമിലുള്ള പെൺകുട്ടികളുണ്ടാവും. നമ്മുടെ ചെറിയ വീടുകളിലൊക്കെ പഴയ വീടുകളിലൊക്കെ പുറത്താണ് ബാത്റൂം ഉണ്ടാവുക. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ലൈറ്റ് ഇട്ടിട്ട് ബാത്റൂമിൽ പോകും. അതൊന്നൊക്കെ അപകടമുള്ള കേസുകളാണ്. അതുപോലെ തന്നെ വീടിൻ്റെ 2 ഡോറുണ്ടെങ്കിൽ ആ 2 ഡോറും നല്ല ബലപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം ഉണ്ടായത് കൊല്ലത്താണ്. അതിനുശേഷം ഒരുപാട് ഈ അച്ഛൻ പഴി കേട്ടിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് ആ അച്ഛന് അവസാന നിമിഷത്തിൽ അതിൽ നിന്നൊരു മോചനം കിട്ടിയത്. അപ്പോൾ ഈ സംഭവം നടന്നത് കൊല്ലത്ത്. നിങ്ങൾക്കെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പെൺമക്കളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്